ന്യൂസ് ഡീകോഡിലേക്ക് വിശദമായി. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ JNU വിദ്യാർത്ഥി ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം ഉൾപ്പെടെയുള്ളവർ ജയിലിൽ തന്നെ തുടരും. ഉമർ ഖാലിദ് ഉൾപ്പെടെ 10 പേർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇതോടെ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. വിചാരണ പൂർത്തിയാക്കുന്നതുവരെ ജാമ്യം നൽകരുതെന്നാണ് ഡൽഹി പോലീസും പ്രോസിക്യൂഷനും ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുകയാണ് ന്യൂസ് ഡീകോഡ്. ആദ്യം ഡൽഹി കലാപ ഗൂഢാലോചന കേസ്, അതിന്റെ നാൾവഴികളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ആദ്യം ഡൽഹി കലാപം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം. 2020 ഫെബ്രുവരി 24 മുതൽ 26 വരെയുള്ള 2 ദിവസങ്ങളായാണ് ഡൽഹിയിൽ കലാപമുണ്ടായത്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച പൗരത്വ ഭേദഗതി നിയമങ്ങളായ CAA-ക്കും NRC-ക്കുമെതിരെയാണ് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ പ്രതിഷേധമുണ്ടാവുകയും പിന്നീട് അത് കലാപത്തിലേക്ക് വഴിമാറുകയും ചെയ്തത്. 53 പേർ ഈ കലാപങ്ങളിൽ കൊല്ലപ്പെടുകയും 700 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് 2020 സെപ്റ്റംബർ 13 ഉമർ ഖാലിദ് അറസ്റ്റിലാവുന്നു. 2020 ജനുവരി 28 പ്രക്ഷോഭത്തിനിടെ ദേശവിരുദ്ധ പ്രസംഗം നടത്തിയെന്ന് കാട്ടി ഷർജീൽ ഇമാമാണ് ആദ്യം അറസ്റ്റിലാകുന്നത്. സെപ്റ്റംബർ 13 JNU-വിലെ വിദ്യാർത്ഥി നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ഉമർ ഖാലിദ്, തസ്ലീം അഹമ്മദ് ഉൾപ്പെടെയുള്ള 9 പേരെയും കലാപത്തിന്റെ ഗൂഢാലോചന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 2020 നവംബറിലേക്ക് വരുമ്പോൾ കുറ്റപത്രം തയ്യാറാക്കുന്നു ഡൽഹി പോലീസ്. അത് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. ആ കുറ്റപത്രം ഡൽഹി ഹൈക്കോടതി സ്വീകരിക്കുന്നു. UAPA, ക്രിമിനൽ ഗൂഢാലോചന, കലാപം, നിയമവിരുദ്ധമായി സംഘം ചേരൽ തുടങ്ങിയവയാണെന്ന് കുറ്റപത്രത്തിൽ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ. 2022 മാർച്ച് 24 എത്തുമ്പോൾ ജാമ്യം നിരസിക്കുകയാണ് ജില്ലാ കോടതി. എന്നുവെച്ചാൽ ഡൽഹിയിലെ കാർക്കാർഡൂമ വിചാരണ കോടതിയിലാണ് ആദ്യം ജാമ്യത്തിന് വേണ്ടി ഷർജീൽ ഇമാമും ഉമർ ഖാലിദും അടക്കമുള്ള 10 പേർ ശ്രമിച്ചിരുന്നത്. വിചാരണ കോടതി ഈ തവണ മാത്രം മാർച്ച് 24 എന്ന ആ ഒരു ഡേറ്റിൽ മാത്രമല്ല പല തവണ ഇവരുടെ ജാമ്യം ഈ വിചാരണ കോടതി നിരസിക്കുന്നതും പിന്നീട് നമ്മൾ കണ്ടു. 2022 ഒക്ടോബർ 18 എത്തുമ്പോൾ ഈ വിചാരണ കോടതി ജാമ്യം നിരസിച്ചതോടെ സ്വാഭാവികമായും ഉമർ ഖാലിദും മറ്റു 9 പേരും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. 2022 ഒക്ടോബർ 18 എത്തുമ്പോൾ ഹൈക്കോടതി ഇവരുടെ അപ്പീൽ സ്വീകരിക്കുന്നതേയില്ല. എന്ന് വെച്ചാൽ വിചാരണ കോടതിയിൽ നിന്നും ലഭിക്കാത്ത ജാമ്യത്തിന് വേണ്ടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ അപ്പീൽ പരിഗണിച്ചതേയില്ല എന്നുള്ളത്. പരിഗണിച്ച ശേഷം തള്ളുമോ ഇല്ലയോ എന്ന രണ്ടാമത്തെ കാര്യം. പക്ഷേ അപ്പീൽ പരിഗണിച്ചതേയില്ല ഡൽഹി ഹൈക്കോടതി. പിന്നീട് 2022 ഡിസംബർ 23 വിചാരണ കോടതി അദ്ദേഹത്തിന് താൽക്കാലിക ജാമ്യം അനുവദിക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ താൽക്കാലിക ജാമ്യം. ഉമർ ഖാലിദിന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി താൽക്കാലിക ജാമ്യം അനുവദിച്ചു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം 2023 എന്ന് വെച്ചാൽ ഡൽഹി ഹൈക്കോടതിയും അവരുടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. 2023 ഏപ്രിലാണ് ആദ്യമായി ജാമ്യത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത് ഈ 10 പേരും. 14 തവണയാണ് സുപ്രീം കോടതി ഇവരുടെ ഹർജി മാറ്റിവെച്ചത് എന്നത് ഓർക്കണം. പരിഗണിക്കാതെ 14 തവണ പല കാരണങ്ങളിൽ പറഞ്ഞ് സുപ്രീം കോടതി ഈ 10 പേരുടെയും ജാമ്യാപേക്ഷ ഹർജി മാറ്റിവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. പല ഡേറ്റുകളിലായി 14 തവണ. വീണ്ടും ഹൈക്കോടതിയിലേക്ക്. അപ്പോൾ സുപ്രീം കോടതി ഇത് പലകുറി മാറ്റിവെക്കുന്നു. സുപ്രീം കോടതിക്ക് ഈ വിഷയം പരിഗണിക്കാൻ താല്പര്യമില്ല എന്നറിഞ്ഞതോടെയാണ് അവർ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 2024 ഡിസംബർ 18 ചെറിയൊരാശ്വാസം ഉമർ ഖാലിദിന് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ കസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരാഴ്ചത്തേക്ക് ജാമ്യം ലഭിക്കുന്നു. നേരത്തെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരാഴ്ച ലഭിച്ചു. പിന്നീട് 2024 കസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയും ഒരാഴ്ച ഉമർ ഖാലിദിന് താൽക്കാലിക ജാമ്യം ലഭിച്ചു. പിന്നീട് ഇന്നാണ് 2025 സെപ്റ്റംബർ 2 ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു ഹൈക്കോടതി. എന്ന് വെച്ചാൽ സുപ്രീം കോടതി പലതവണ മാറ്റിവെച്ചപ്പോൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉമർ ഖാലിദും തസ്ലീം അഹമ്മദും ഷർജീൽ ഇമാമും അടക്കമുള്ളവർ ചെയ്തത്. ഇന്നിപ്പോൾ നീണ്ട വാദങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം ഡൽഹി ഹൈക്കോടതി അവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പുറപ്പെടുവിച്ചു. അതിൽ തസ്ലീം അഹമ്മദിൻ്റെത് ഒരു ബെഞ്ചും ബാക്കി ഉമർ ഖാലിദ് അടക്കമുള്ള 9 പേരുടേത് മറ്റൊരു ബെഞ്ചുമാണ് വിധി പുറപ്പെടുവിച്ചത്. 2:30 മണിയോടുകൂടിയാണ് ആ വിധി പ്രസ്താവം നടന്നത്. ആദ്യം തസ്ലീം അഹമ്മദിന് ജാമ്യമില്ല എന്ന് തസ്ലീം അഹമ്മദിന്റെ ഹർജി പരിഗണിച്ച ബെഞ്ച് വിധിച്ചു. തൊട്ടു പിറകെ തന്നെ 10 മിനിറ്റിനകം ഈ മറ്റ് 9 പേർ ഉമർ ഖാലിദും ഷർജീൽ ഇമാമും അടക്കമുള്ളവരുടെ ഹർജി പരിഗണിച്ച ബെഞ്ച് ഈ 9 പേർക്കും ജാമ്യമില്ല എന്ന് വിധിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായി ഇവരുടെ മുന്നിലുള്ള വഴി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുക എന്നുള്ളതാണ്. നേരത്തെ 14 തവണ മാറ്റിവെച്ച സുപ്രീം കോടതി ഇനി ഒരു അപ്പീലിലേക്ക് പോകുമ്പോൾ
എന്ത് ചെയ്യും എന്ന് കാത്തിരുന്നു. കാരണം എന്തായാലും ഡൽഹിയിൽ ഞങ്ങളെ പ്രതിനിധി PR അരവിന്ദ് ഉണ്ട്. അരവിന്ദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിധിയുടെ പകർപ്പ് ഇതിനകം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ വിധി പകർപ്പിൽ സുപ്രധാനമായ നിരീക്ഷണങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഡൽഹി പോലീസും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഇവർക്ക് ജാമ്യം നൽകുന്നതിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ എതിർത്തിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് അവർ ഉന്നയിച്ച വാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. പിന്നീട് ഇനി ഡൽഹി ഹൈക്കോടതി തള്ളിയതോടെ സ്വാഭാവികമായി അപ്പീലിന് വേണ്ടി അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അപ്പോൾ മുമ്പ് മാറ്റിവെച്ചതുപോലെ ഇനി സുപ്രീം കോടതിക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ പ്രതീക്ഷ എങ്ങനെയാണ് അരവിന്ദ്? ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ 10 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. ഉമർ ഖാലിദ്, സർജിൽ ഇമാം അടക്കം 10 പേരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. തസ്ലീം അഹമ്മദിന്റെ ജാമ്യാപേക്ഷ ഒരു ബെഞ്ചിലും മറ്റുള്ളവർ ഉമർ ഖാലിദും അതുപോലെ തന്നെ സർജിൽ ഇമാം അടക്കമുള്ള മറ്റ് 9 പേരുടെ ജാമ്യാപേക്ഷ മറ്റൊരു ബെഞ്ചുമായിരുന്നു ഇന്ന് പരിഗണിച്ചത്. എന്തായാലും ഈ 10 പേർക്കും ജാമ്യം ഇന്ന് ഡൽഹി ഹൈക്കോടതി നിഷേധിച്ചിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 9 ഈ കേസുമായി ഹർജിയുമായി ബന്ധപ്പെട്ട വാദം അവസാനിച്ചത്. പിന്നീട് വിധി പറയാൻ വേണ്ടി മാറ്റിയിരുന്നു. ശക്തമായ എതിർപ്പായിരുന്നു ഇവരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും പ്രോസിക്യൂഷനും അടക്കം കോടതിയിൽ ഉയർത്തിയത്. പ്രധാനമായും ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിച്ചത് ഈ ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ കൃത്യമായി ഉമർ ഖാലിദും അതുപോലെ തന്നെ ഷർജിൽ ഇമാമും സൂത്രധാരന്മാരാണ്. ഇവരാണ് ഗൂഢാലോചനയിൽ പ്രധാന പങ്ക് വഹിച്ചെന്ന ആരോപണം ഡൽഹി പോലീസ് ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഇവർ രാജ്യത്തിനെതിരെയാണ് ഇത്തരത്തിൽ പെരുമാറ്റം, അല്ലെങ്കിൽ ഇവർ രാജ്യത്തിനെതിരെയാണ് നടപടികൾ സ്വീകരിച്ചത്, ഇവർ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ വിചാരണ നടപടികൾ തീരുന്നത് വരെ ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് ഡൽഹി പോലീസിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഈ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് ഈ 10 പേർക്കും ജാമ്യം നിഷേധിച്ചത്. എന്തായാലും കോടതി ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് ഉമർ ഖാലിദിനെതിരെയും അതുപോലെ തന്നെ ഷർജിൽ ഇമാമിനെതിരെയും ഉള്ളത്. പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ പങ്ക്, ഡൽഹി കലാപത്തിലെ ഈ ഗൂഢാലോചനയിൽ ഇവരുടെ പങ്ക് അത് ഗുരുതരമാണ്. ഈ കലാപം ഉണ്ടാക്കുന്നതിൽ ഇവർ പ്രവർത്തിച്ചതെന്ന് പറയുന്നത് അവരുടെ പങ്ക് അതിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതാണെന്ന് തന്നെ ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രധാനമായും ഈ പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കിയതിന് പിന്നാലെ ആദ്യം ഒരു പ്രതികരണം നടത്തിയത്, അല്ലെങ്കിൽ ഒരു പ്രതികരിച്ച് പ്രതിഷേധത്തിന് തയ്യാറെടുത്തത് ഷർജിൽ ഇമാമും ഉമർ ഖാലിദും എന്ന് തന്നെയാണ് ഡൽഹി കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തയ്യാറാക്കുകയും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ലഘുരേഖകൾ വിതരണം ചെയ്തു. അത് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ലഘുരേഖകൾ വിതരണം ചെയ്തു എന്നതാണ് ഇന്ന് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഇതുകൂടാതെ തന്നെ ഉമർ ഖാലിദിന്റെ പല പ്രസംഗങ്ങളും അത് വലിയ രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ വർഗീയ സ്വഭാവമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളായിരുന്നു ഉമർ ഖാലിദ് നടത്തിയെന്ന് ഇന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് അമരാവതിയിൽ ഉമർ ഖാലിദ് പല പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഒന്നും നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെയാണ് ഉമർ ഖാലിദിനും അതുപോലെ തന്നെ ഷർജിൽ ഇമാമിനും ജാമ്യം ലഭിക്കുന്നതിൽ വലിയ രീതിയിൽ തിരിച്ചടിയായത്. ഇതുകൂടാതെ തന്നെ കൃത്യമായി കോടതി ഈ ജയിൽവാസവും വിചാരണ നീണ്ടുപോകുന്നതും ജാമ്യം അനുവദിക്കാൻ നൽകണം, അല്ലെങ്കിൽ ജാമ്യം നൽകണം എന്നൊരു ആവശ്യം ഇവരുടെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതി ഇതിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ജയിൽവാസവും അതുപോലെ തന്നെ വിചാരണ വൈകുന്നതും ജാമ്യത്തിന് കാരണമല്ല. എല്ലാ കേസുകളിലും ഇത് കണക്കിലെടുക്കാൻ സാധിക്കില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇത് രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങളാണ്, രാജ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ സാമൂഹ്യ താല്പര്യം കൂടി പരിഗണിക്കണം എന്നതാണ് കോടതി പ്രധാനമായും ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പും ഡൽഹി പോലീസ് മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം കൃത്യമായ പരിഗണനയ്ക്ക് ഡൽഹി ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിരോധത്തിലേക്ക് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും പോകുന്ന നിരീക്ഷണങ്ങളാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ഒരു പ്രകടനവും അത് അനുവദിക്കില്ല. അക്രമ ഗൂഢാലോചന അഭിപ്രായ സ്വാതന്ത്ര്യമല്ലെന്ന് തന്നെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ കൃത്യമായി ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും പങ്ക് അത് ഗുരുതരമെന്ന് തന്നെ കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഇത്തരം നിരീക്ഷണമാണ് അവർക്ക് ജാമ്യം ലഭിക്കുവാൻ വലിയ രീതിയിൽ തടസ്സമായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഡിസംബറിൽ ഇടക്കാല ജാമ്യം കോടതി ഉമർ ഖാലിദിന് നൽകിയിരുന്നു. അത് 5 ദിവസത്തെ ജാമ്യം മാത്രമായിരുന്നു. എന്തായാലും അവർക്ക് മുന്നിൽ ഇനി മറ്റു വഴികളില്ല. എന്തായാലും ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുകൂടി ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇനി സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് ഉമർ ഖാലിദിന് മുന്നിലും അതുപോലെ തന്നെ മറ്റ് 9 പേർക്കും മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നതാണ് ഷർജിൽ ഇമാമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഷർജിൽ ഇമാമിന്റെ അഭിഭാഷകരടക്കം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം തങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെച്ച തെളിവുകളൊന്നും കൃത്യമായി ഒരു
മുഖവിലേക്ക് എടുക്കാൻ ഡൽഹി ഹൈക്കോടതിയോ വിചാരണ കോടതിയോ തയ്യാറായില്ല എന്നതാണ് ഇവരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനമല്ല, അതിൽ മറിച്ച് അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ കനത്ത തിരിച്ചടിയാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഉമർ ഖാലിദും ഷർജീൽ ഇമാമും തസ്ലീം അഹമ്മദും ഉൾപ്പെടെയുള്ള 10 പേർക്ക് ഉണ്ടായത്. കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വിധിയും നിരീക്ഷണങ്ങളും. ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം, ഇടവേള കഴിഞ്ഞു.